സർ, രാഹുൽ ഗാന്ധി സോണിയാഗാന്ധിയുടെ മകനാണ്, പക്ഷെ രാജീവ് ഗാന്ധിയുടെ മകനല്ല. ആര് പറഞ്ഞു എന്ന് കേൾക്കുന്നു. അതിലെ സത്യാവസ്ഥ എന്താണ് സർ? എന്ന് ഒരാൾ പറഞ്ഞതായി സോഷ്യൽ മീഡിയയിലൊരു പ്രചാരണമുണ്ട്. ഡോക്ടർ മാർട്ടിൻ സിസോ, അയാൾ DNA എക്സ്പെർട്ടാണ്, അമേരിക്കയിലാണ്. അയാളൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ വന്ന് ഇത് തെളിയിക്കാൻ തയ്യാറാണ്. ഇതല്ലേ കണ്ടത്? ഇങ്ങനെ ഒരു സാധനം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് അന്റോണിയോ എഡ്രിച്ച് മൈനോ കേട്ടിട്ടുണ്ടോ? ഇല്ല. ആളുടെ പേര് സോണിയാഗാന്ധി എന്നാണ്. സോണിയാഗാന്ധിയുടെ ഇറ്റാലിയൻ പേരാണ്. 1946 ഡിസംബറിലാണ് ജനിച്ചത്. ശ്രദ്ധിക്കണം, മുദ്ര ശ്രദ്ധിക്കണം എന്ന് പറയുന്ന പോലെ ഡിസംബർ 1946 സോണിയാഗാന്ധി ജനിച്ചത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ ഉത്തരത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഞാൻ വേറെ 1-2 ഉപകഥ, സാംബശിവൻ കഥാപ്രസംഗം നടത്തുന്ന പോലെ ഒരു പ്രധാന കഥയ്ക്ക് സമാന്തരമായി ചെറിയ വേറെ കഥകൾ പോലല്ലോ. അപ്പോൾ ഉപകഥകൾ പ്രസക്തമാണ്. സോണിയയുടെ അമ്മയുടെ പേര് പൗലോ മൈനോ എന്തായിരുന്നു. അച്ഛൻ്റെ പേര് ലൂസിയാനോ എന്ന് പറയുന്ന ആൾ ഒരു നാസി പോരാളിയായിരുന്നു. ഹിറ്റ്ലറുടെ നാസി വെച്ചാൽ ഫാസിസ്റ്റ് പാർട്ടിയിൽ അവരാണിപ്പം, സോണിയാഗാന്ധിയാണിപ്പോൾ ഫാസിസ്റ്റ് എന്ന് മോദിയെ വിളിക്കുന്നത്. ഫാസിസ്റ്റ് പോരാളിയായിരുന്നു ഇയാൾ. 1934 മുതൽ 48 വരെ ജയിലിലായിരുന്നു. മനസ്സിലായല്ലോ. ലൂസിയാനോ എന്നാണ് സോണിയാഗാന്ധിയുടെ അമ്മയുടെ പേര്. അല്ല, അച്ഛൻ്റെ പേര്. പൗലോ മൈനോ എന്നായിരുന്നു അമ്മയുടെ പേര്. അച്ഛൻ 1934 മുതൽ 48 വരെ നാസി ആയതുകൊണ്ട് തടവിലായിരുന്നു, റഷ്യൻ തടവിലായിരുന്നു. 1946 സോണിയാഗാന്ധി. ഞാൻ പറഞ്ഞേ ഉള്ളൂ, ബുദ്ധിയുണ്ടല്ലോ. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ടല്ലേ, അവിടെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. അതുമാത്രമല്ല, ബയോളജിക്കൽ ഫാദർ എന്ന് പറഞ്ഞാൽ ജന്മം നൽകിയ അച്ഛൻ, നമ്മൾ കാണുന്ന അച്ഛൻ. അമ്മ പറയുന്നതാണ് കാണുന്ന അച്ഛൻ. ബയോളജിക്കൽ ഫാദർ കാണാത്ത അച്ഛനാണ്. അമ്മ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ അറിയില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു സംഭവമുണ്ട്. എവിടെ? സോണിയാഗാന്ധിയെക്കുറിച്ച് ഇങ്ങനൊരു വർഷനുണ്ട്. അതായത് ആ സമയത്ത് ഈ സോണിയാഗാന്ധി ജനിച്ചിരുന്ന ഇറ്റലിയിലെ ഗ്രാമപ്രദേശത്ത് നാസി പട്ടാളക്കാർ ഒരുപാടുണ്ടായിരുന്നു. അവരെ കീഴടക്കിയ റഷ്യൻ ഭടന്മാരുണ്ടായിരുന്നു. റഷ്യൻ ഭടന്മാർക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള സേവനങ്ങൾ നൽകുന്ന ഒരാളായിരുന്നു ഈ മഹതിയുടെ അമ്മ എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ ഉണ്ടായ ഒരു കുട്ടിയാവണം, അല്ലെങ്കിൽ പിന്നെ 48 വരെ ജയിലിൽ കഴിയുമ്പോൾ 46 ഡിസംബർ 9 എങ്ങനെ ഒരു കുട്ടി ജനിക്കും എന്നൊരു ചോദ്യം സോഷ്യൽ മീഡിയയിലുണ്ട്. ഇനി റെമിനിസൻസ് ഓഫ് നെഹ്റു ഏജ് എന്നൊരു പുസ്തകമുണ്ട്. റെമിനിസൻസ് ഓഫ് നെഹ്റു ഏജ് എഴുതിയത് M.O. മത്തായി എന്ന് പറഞ്ഞ ഒരാളാണ്. M.O. മത്തായി എന്ന് പറയുന്ന ആൾ ഇന്ദിരാഗാന്ധിയുടെ പേഴ്സണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. മത്തായിയെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. മത്തായിയുടെ ആ പുസ്തകത്തിൽ പറയുന്നൊരു കാര്യം, ജൂൺ 19 ഹോളി ഫെയ്ത്ത് ഹോസ്പിറ്റൽ ന്യൂഡൽഹിയിൽ ഇന്ദിരാഗാന്ധിക്കൊരു മകനുണ്ടായി. ആ മകൻ്റെ പേര് സഞ്ജയ് ഗാന്ധി എന്നായിരുന്നു. നമുക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവിൻ്റെ പേര് ഫിറോസ് ഗാന്ധി എന്നായിരുന്നു. സഞ്ജയ് ഗാന്ധി പക്ഷേ ഇറാഖ്, ടർക്കി, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ അംബാസഡറായി നെഹ്റു നിയോഗിച്ച IFS ഓഫീസറായിരുന്ന മുഹമ്മദ് യൂനുസ് ഖാൻ എന്ന് പറയുന്ന ആളിൽ നിന്ന് ഇന്ദിരാഗാന്ധിയിലുണ്ടായ മകനാണ് എന്നൊരു കഥ ഉണ്ട്. ക്ഷീണം വരുന്നുണ്ടോ? ഇത്തിരി വെള്ളം കുടിച്ചോ. അതുകൂടാതെ M.O. മത്തായിയുടെ പുസ്തകത്തിൽ ഫിറോസ് ഗാന്ധി ഭർത്താവായിരിക്കെ തന്നെ, ഈ പുസ്തകം പബ്ലിക് ഡൊമൈനിലുള്ളതാണ്, ഈ പുസ്തകം ഉണ്ടായിരിക്കെ തന്നെ ഇന്ദിരാഗാന്ധിക്ക് ധീരേന്ദ്ര ബ്രഹ്മചാരി, ഇന്ദിരാഗാന്ധി യോഗ പഠിപ്പിക്കായിരുന്നു. എല്ലാ ദിവസവും രാവിലെ പുള്ളി വരും, പിന്നെ 3 മണിക്കൂർ യോഗയായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ മുറിയിൽ ഏത് നിമിഷവും എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ആളായിരുന്നു ധീരേന്ദ്ര ബ്രഹ്മചാരി. ബ്രഹ്മചാരിയുമായിട്ടും
പിന്നെ മുഹമ്മദ് യൂനുസ് ഖാൻ, ആദ്യം പറഞ്ഞ ആൾ, നെഹ്റു, ഇറാഖ്, തുർക്കി, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ അംബാസഡറായിട്ട് നിയമിച്ചിരുന്ന IFS ഓഫീസറായിരുന്ന മുഹമ്മദ് യൂനുസ് ഖാനുമായിട്ടും ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്ന MO മത്തായി തനിക്കും ബന്ധമുണ്ടായിരുന്നു എന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ആ പുസ്തകത്തിലൊരു അധ്യായം, ആ അധ്യായത്തിൻ്റെ പേര് ഷീ എന്നാണ്. ഷീ. പിന്നെ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ ഷീ എന്നുള്ള ചാപ്റ്റർ മാറ്റിക്കളഞ്ഞു. പക്ഷേ ഷീ എന്നുള്ള ചാപ്റ്റർ MO മത്തായി ഷീ എന്നടിച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഇൻ്റർനെറ്റിൽ വായിക്കാൻ കിട്ടും. ധന്യ എന്നെടുത്ത് വായിക്കണം. ചില പുസ്തകങ്ങൾ, ചില പ്രത്യേകതരം പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ വായിച്ചിട്ടില്ല, ധന്യ വായിച്ച് നോക്കിയിട്ട് എന്നോട് പറഞ്ഞാൽ മതി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞല്ലോ, തീർന്നില്ല. സഞ്ജയ് ഗാന്ധി, മനസ്സിലായല്ലോ, മുഹമ്മദ് യൂനുസ് ഖാൻ്റെ മകനാണെന്ന് ആരോപിക്കപ്പെടുന്ന സഞ്ജയ് ഗാന്ധി മേനകാ ഗാന്ധിയുമായിട്ട് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച ചടങ്ങ് മുഹമ്മദ് യൂനുസ് ഖാൻ്റെ ബംഗ്ലാവിൽ വെച്ചാണ് അതിൻ്റെ റിസപ്ഷൻ നടന്നത് എന്നൊരു കഥയുണ്ട്. അതുകൂടാതെ സഞ്ജയ് ഗാന്ധി ജനിച്ചപ്പോൾ മുഹമ്മദ് യൂനുസ് ഖാൻ്റെ വീട്ടിൽ വെച്ച് സുന്നത്ത് നടത്തിയിട്ടുണ്ട് എന്നൊരു കഥയുണ്ട്. ഇതെല്ലാം ഇൻ്റർനെറ്റിലുള്ളതാണ്. ഇതാണ് ഒരു പശ്ചാത്തലം. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. എന്താണ്? രാജീവ് ഗാന്ധിയുടെ മകനല്ല രാഹുൽ ഗാന്ധി. അതിന് പറയപ്പെടുന്നൊരു കഥ, ശ്രീപെരുമ്പത്തൂരിൽ രാജീവ് ഗാന്ധി തനു ചാവേർ ബോംബായിട്ട് വന്ന് തനു ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ചതിന് ശേഷം ബോഡി, രാജീവ് ഗാന്ധി മാത്രമല്ല, സെക്യൂരിറ്റി ഓഫീസർമാർ, തനു ഒക്കെ മരിച്ചു. ഓർമ്മിക്കുന്നില്ലേ? റിബോക്കിൻ്റെ ഒരു ഷൂസ് ഇട്ട രാജീവ് ഗാന്ധിയുടെ മുറിഞ്ഞു കിടക്കുന്ന കാലിൻ്റെ ഒരു ദയനീയ ചിത്രം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രിയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ അധികാരിയാണ് മരിച്ചത്. പക്ഷേ ആ കേസിലെ പ്രതികളെ വിട്ടയക്കാൻ പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും പറഞ്ഞു. അവരുടെ സ്വകാര്യ പ്രോപ്പർട്ടിയൊന്നും അല്ലല്ലോ കൊല്ലപ്പെട്ടത്. രാജീവ് ഗാന്ധിയുടെ കൊലയാളികളെ വധശിക്ഷ കൊടുക്കേണ്ട, വെറുതെ വിടണമെന്ന് പറയാൻ പ്രിയങ്കയ്ക്കും സോണിക്കും എന്താ അധികാരം? അവരുടെ അച്ഛനോ ഭർത്താവോ ആയിരിക്കാം. പക്ഷെ നമുക്കുണ്ട് അവകാശം. എൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു, അല്ലേ? എൻ്റെ പ്രധാനമന്ത്രിയുടെ കൊലയാളികളെ വിട്ടയക്കണം എന്ന് പറയാൻ രണ്ട് ഇൻഡിവിജ്വൽസിന്, ഭാര്യയായിപ്പോയി മകളായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് എന്താ അവകാശമുള്ളത്? ഈ രാജ്യത്തെ 100 കോടി ജനങ്ങളുടെ പ്രതിനിധിയെ കൊന്ന ആളുകളെ വെറുതെ വിടാം എന്ന് പറയാൻ അയാളുടെ ഭാര്യയ്ക്കും മകൾക്കും ഒന്നും ഒരവകാശമില്ല. ഉണ്ടോ? ഇല്ല. ജനങ്ങളാണ്. എൻ്റെ പ്രധാനമന്ത്രിയാണ്, നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു. അത്ര ഒരു ചതി ഈ കുടുംബം പിന്നെ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് കഥകളുണ്ടല്ലോ, ഒരുപാട് കഥകൾ എങ്ങനെയുണ്ട്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കന്മാരാരും കൊല്ലപ്പെടാതിരുന്നത്? അവരൊക്കെ ആ സ്ഫോടനത്തിന് തൊട്ട് മുമ്പ് മാറിക്കളഞ്ഞു. ആർക്കെ ധവാനെക്കുറിച്ചൊക്കെ പറയുന്ന ഒരുപാട് കഥകളുണ്ട്. ഒരുപാട് കോൺസ്പിറസി തിയറികൾ ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്നുണ്ട്. എന്തുകൊണ്ടാണ് ബിയാസ് സിംഗ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ധവാനെ പോലെയൊക്കെ ഉള്ള കൂടെ നടക്കുന്ന ആളുകൾ ഒപ്പം ഉണ്ടാവാതിരുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു, അല്ലേ? അവരൊന്നും ഇല്ല. ഇന്ദിരാഗാന്ധി ഒറ്റയ്ക്കായിരുന്നു. ഇന്ദിരാഗാന്ധി വെട്ടിവെച്ച് അരിപ്പ പോലെയാക്കി കളഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ കേസിലും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ സ്ഫോടനം നടക്കുമ്പോൾ അകലേക്ക് മാറിപ്പോയി. രാജീവ് ഗാന്ധിയുടെ കാര്യത്തിൽ. അപ്പോൾ ഇതിനകത്ത് ഈ മൊത്തത്തിൽ ഈ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഒരുപാട് കോൺസ്പിറസി തിയറികൾ, കഥകൾ നമ്മൾ ചുറ്റും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, ആ സമയത്ത് അടുത്ത കഥ ഇങ്ങനെയാണ്. അപ്പോൾ ഈ രാജീവ് ഗാന്ധിയുടെ ശരീരഭാഗങ്ങൾ കണ്ടെത്തണം. ഏതൊക്കെയാണ് രാജീവിൻ്റെ അറിയാനായിട്ട് DNA സാമ്പിൾ വേണം. അപ്പോൾ ഫോറൻസിക്കുകാർ സോണിയാഗാന്ധിയോട് പറഞ്ഞു, രാഹുലിനെ വിളിക്കൂ, രാഹുലിൻ്റെ DNA സാമ്പിൾ എടുക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സോണിയ പറഞ്ഞത്രേ, രാഹുലിൻ്റെ എടുക്കണ്ട, പ്രിയങ്കയുടെ എടുത്താൽ മതിയെന്ന്. അങ്ങനെ ഒരു കഥയും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കഥകൾ അന്തരീക്ഷത്തിലുണ്ട്. അന്തരീക്ഷത്തിൽ മാത്രമല്ല, അത് ആർക്ക് വേണമെങ്കിലും പരിശോധിച്ചാൽ അവൈലബിൾ ആവുന്ന തരത്തിൽ എവിടെയുണ്ട്? ഇൻ്റർനെറ്റിലുണ്ട്. ഇതെല്ലാം ഈ പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ മുഴുവൻ സാധനവും ഇൻ്റർനെറ്റിലുള്ളതാണ്. ഇൻ്റർനെറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ അക്കൂട്ടത്തിലുള്ള ഒരു സംഭവമാണ് മാർട്ടിൻ സിസോ എന്ന് പറയുന്ന ഡോക്ടർ, അമേരിക്കയിലെ DNA വിദഗ്ധനാണ്. അദ്ദേഹത്തിൻ്റെ പക്കൽ രാജീവ് ഗാന്ധിയുടെ ഒരു DNA സാമ്പിൾ ഉണ്ടായിരുന്നു. ആ സാമ്പിൾ അദ്ദേഹം കൈവശമുള്ള അദ്ദേഹത്തിന് എങ്ങനെയോ രാഹുൽ ഗാന്ധിയുടെ ഒരു DNA സാമ്പിൾ കിട്ടി. ഇത് രണ്ടും കൂടെ അദ്ദേഹം വെച്ച് പരിശോധിച്ചപ്പോൾ മാച്ചാവുന്നില്ല. ഉടനെ അദ്ദേഹം പറഞ്ഞു, അന്ന് ശ്രീപെരുമ്പത്തൂരിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ സോണിയാഗാന്ധി രാഹുലിൻ്റെ DNA സാമ്പിൾ എടുക്കാൻ തയ്യാറാവാതിരുന്നതിൻ്റെ കാരണം ഇതാണ് എന്ന് പറഞ്ഞു.
എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ചിത്രം വെച്ച് ഹിന്ദിയിൽ ഒരു പോസ്റ്റ് വന്നു. ആ പോസ്റ്റിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് എക്സിൽ, ട്വിറ്ററിൻ്റെ പുതിയ പേര് എക്സ്, ഇത് വ്യാപകമായി പ്രചരിക്കുകയാണ്. വ്യാപകമായി പ്രചരിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഫാക്റ്റ് ചെക്ക് തപ്പിയപ്പോൾ ഞാൻ കണ്ടത് ഇതേ പോസ്റ്റ് 2019 വന്നിരുന്നു. 2019 വ്യാപകമായ ഒരു സാധനം ഇപ്പോൾ വന്നു എന്ന് പറഞ്ഞ് വീണ്ടും പ്രചരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ മാർട്ടിൻ സിസോ 2019 ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഇപ്പോൾ 2026 ഈളന്ത ഇത്രയും കാലം തെളിയിക്കാതിരുന്നത് വന്നില്ലല്ലോ. ഇപ്പോൾ 2025 വീണ്ടും എന്തുകൊണ്ടാണ് ഈ പോസ്റ്റ് വരുന്നത്? ദുരൂഹമാണ്. അപ്പോൾ ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി എന്നതുകൊണ്ട് അടിസ്ഥാനരഹിതമായ ഇത്തരം കാര്യങ്ങൾ അപമാനകരമായ തരത്തിൽ ഇങ്ങനെ പ്രചരിപ്പിക്കാമോ? അതുകൊണ്ട് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഡോക്ടർ മാർട്ടിൻ സിസോ എന്ന് പറഞ്ഞ ഒരാളുണ്ടോ എന്നെനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ വക്കൽ രാജീവ് ഗാന്ധിയുടെ സാമ്പിൾ ഉണ്ടോ എന്നറിയില്ല. രാഹുൽ ഗാന്ധിയുടെ സാമ്പിളും ഉണ്ടോ എന്നറിയില്ല. അദ്ദേഹം അത് പരിശോധിച്ചോ എന്നും അറിയില്ല. പക്ഷേ 2019 ഇങ്ങനൊരു സാധനം വന്നു. അതിനുശേഷം അത് ആടത്തനത്ത് പോയി. അയാൾ പത്രസമ്മേളനം നടത്താൻ ഇന്ത്യയിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല. അയാൾക്ക് വണ്ടിക്കൂലി കിട്ടി കാണത്തില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിനെ അപകീർത്തിപ്പെടുത്താൻ ദുഷ്ടശക്തികൾ ദുരുദ്ദേശത്തോടെ ഇത് പ്രചരിപ്പിക്കുകയാണ്. അത് നമുക്ക് ഒരു ജനാധിപത്യമായ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഭാവി പ്രധാനമന്ത്രി വരെ ആകാൻ സാധ്യതയുള്ള ഒരു നേതാവിനെതിരെ ഇത്തരം അപവാദം പറയുന്നവരെ അതിശക്തമായി നേരിടുകയാണ് വേണ്ടത്. ധന്യയെപ്പോലുള്ള ജേർണലിസ്റ്റുകൾ ഇതിൻ്റെ വസ്തുത മനസ്സിലാക്കണം. ഇത് ഫേക്ക് സ്റ്റോറിയാണ് എന്ന് 2019 മുതൽ സംശയിക്കപ്പെടുന്ന ഒരു സ്റ്റോറി ഇപ്പോൾ വീണ്ടും കുത്തിപ്പൊക്കി പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ ദുരുദ്ദേശ്യമുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഈ 2019 പ്രചരിച്ചു എന്ന് പറയുന്നത് ഇതൊരു വലിയ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ്. ഒരു രാജീവ് ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മകനല്ല DNA ടെസ്റ്റിൽ ഞാൻ കണ്ടെത്തി എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കുടുംബം, ഇന്ദിരാഗാന്ധിയുടെ കുടുംബം അല്ലെങ്കിൽ സോണിയാഗാന്ധി ഇതിന് മേലൊരു പരാതിയുമായി രംഗത്ത് പോകാത്തത്? ഇങ്ങനെ ഒരാളുണ്ട് എങ്കിൽ അയാൾക്കെതിരെ എന്തുകൊണ്ടാണ് ഒരു പരാതിയുമായി പോകാത്തത്? അതൊരു പെട്ടെന്ന് തോന്നുമ്പോൾ ഒരു ലോജിക്കൽ ചോദ്യമാണ്. രണ്ടാമത്തത്, ഇപ്പോൾ ഹണി റോസിൻ്റെ കാര്യം പറയുന്നില്ലേ? ഹണി റോസിനെതിരെ എത്രയോ കാലമായി ആക്ഷേപം നടക്കുന്നു അല്ലേ? ഹണി ഇപ്പോഴല്ലേ കേസ് കൊടുത്തത്? ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ കേസിൽ പോലും ഈ പറഞ്ഞ ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ ഹണി റോസ് കേസ് കൊടുത്തില്ലല്ലോ. ഇല്ല, ഒരു വർഷം മുമ്പ് നടന്നതാണ്. ഒരു വർഷം മുമ്പ് നടന്നതാണ്. ഇപ്പോൾ കൊടുക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ അത് കൊടുക്കേണ്ട സമയം ഇപ്പോഴാണെന്ന് തോന്നിയിട്ടുണ്ടാവാം. ഹണി റോസ് എന്ന് പറയുന്ന ആളെ നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്കെല്ലാം അറിയാവുള്ളൂ. രാഹുൽ ഗാന്ധിയെ ഇന്ത്യ മുഴുവൻ അറിയാം. 140 കോടി ജനങ്ങൾ അറിയും എന്ന്, 140 ആളൊന്നും അറിയത്തില്ല എന്ന് നമ്മൾ കരുതാവുന്ന ഒരു പൊസിഷനിലുള്ള ആളാണ്. ഈ 140 കോടി ആളുകളിൽ ഒരു 50 കോടി ആളുകൾ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് കള്ളത്തരം പറയുന്നുണ്ടാവും. ഈ 50 കോടി ആളുകൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, പ്രായോഗികമല്ല. ഒരാളുടെ സെലിബ്രിറ്റി സ്റ്റാൻഡേർഡ് കൂടുന്തോറും അയാൾക്കെതിരെ കഥകൾ പറയുന്നവരുടെ എണ്ണവും കൂടും അല്ലേ? സ്വാഭാവികമാണ്. അവരെ മുഴുവൻ വക്കീൽ നോട്ടീസ് അയച്ച് കോടതി കയറ്റാൻ പറഞ്ഞാൽ ഈ കേസ് കൊടുക്കുന്നതിനും കോടതി പോകണ്ടേ? അപ്പോൾ അതുകൊണ്ട് ചിലതൊക്കെ വിട്ടുകളയാന്നുള്ളതാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയോട് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമാകാം, അതിനെ നമ്മൾ വസ്തുതാപരമായി നേരിടണം. ഇങ്ങനെ അനോണിമസ് ആയിട്ടുള്ള ആക്ഷേപങ്ങൾ ഫേസ്ബുക്ക്, ട്വിറ്റർ ഉപയോഗിച്ച് നടക്കുന്ന വ്യാജ പ്രചാരണങ്ങളിലൂടെയല്ല രാഹുൽ ഗാന്ധിയെ നേടേണ്ടത്. അപ്പോഴും തന്നെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിക്ക് നേരമില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് ചെയ്യാം. അങ്ങനെ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം കഥകൾ പ്രചരിപ്പിക്കുമ്പോൾ ചെയ്യാവുന്ന, നമ്മൾ വ്യക്തികളാണെങ്കിൽ പോലും ഗൂഗിളിലൊക്കെ ഇൻ്റർനെറ്റിലൊക്കെ ഉണ്ടെങ്കിൽ അത് ഗൂഗിളിനോടൊക്കെ പറഞ്ഞിട്ട് റിമൂവ് ചെയ്യിക്കാവുന്നതാണ്. പക്ഷേ തനിക്കെതിരെ, തൻ്റെ കുടുംബത്തിനെതിരെയുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് റിമൂവ് ചെയ്യണം എന്നൊക്കെ ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിയോ കുടുംബമോ ഒക്കെ മുന്നോട്ട് വരേണ്ടതായിരുന്നു. പക്ഷേ അതൊന്നും കാര്യമില്ല. പറയുന്നവൻ പറയട്ടെ എന്നവർ കാണുന്നുണ്ടാവാം. അല്ല, പക്ഷേ അതേക്കുറിച്ചും പറയുന്നത് മറിച്ചും പറയാം. അത് നീക്കിക്കഴിഞ്ഞാൽ തെളിവൊക്കെ പുറത്തു വരുമെന്ന് പേടിച്ചിട്ടാണെന്നും പറയുന്നവരുണ്ടാവാം. ഏതായാലും ഈ ഇപ്പോൾ വന്നിരിക്കുന്നത് പുതിയ കാര്യമല്ല. 2019 ഇതേപോലെ പൊന്തി വന്ന ഒരു കഥയാണ്. ഈ കഥയിൽ കാര്യമുണ്ടോ എന്ന് പറയാൻ ഞാനാണല്ല. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവിനെ നേരിടേണ്ടത് ഇങ്ങനെയല്ല. തീർച്ചയായിട്ടും.